കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഇസഹാക്ക് തൻ്റെ മകനോട്, മകനെ, നിനക്കിത്ര വേഗത്തിൽ കിട്ടിയത് എങ്ങനെ എന്ന് ചോദിച്ചതിന്, നിന്റെ ദൈവമായ യഹോവ എൻ്റെ നേർക്ക് വരുത്തി തന്നു എന്നവൻ പറഞ്ഞു. ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്. അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം, ഇസഹാക്കിൻ്റെ മരണം അടുത്ത സമയത്ത് ഏശാവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോകുകയാണ്. പക്ഷെ ഒരു കാരണം, എനിക്ക് വേട്ടയിറച്ചി കഴിച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കേണ്ടതിന് വേട്ടയിറച്ചിയെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഏശാവ് അതിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ വായിക്കപ്പെടുന്നുണ്ട്, അല്ലേ? ഈ ഭാഗം നമ്മൾ വായിക്കുന്നവരാണ്. ഒരുപക്ഷെ ആ ചരിത്ര ഭാഗങ്ങൾ നമുക്ക് ഇവർക്ക് പരിചിതവുമാണ്. ഇത് കേട്ട റിബേക്ക, ഇസഹാക്കിൻ്റെ ഭാര്യ റിബേക്ക, അല്ലെങ്കിൽ ഏശാവിൻ്റെയും യാക്കോബിൻ്റെയും അമ്മ, യാക്കോബിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഇറച്ചി വെച്ച് തരാം. കാരണം ജ്യേഷ്ഠാവകാശം ഇപ്പോൾ യാക്കോബിൻ്റെയാണ്. ഇനി അപ്പൻ്റെ അനുഗ്രഹവും അത് യാക്കോബിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചാണ് റിബേക്ക ആ തന്ത്രം മെനയുവാൻ തക്കവണ്ണം ഇടവരുന്നത്. അങ്ങനെയാണ് ആ വീട്ടിലുണ്ടായിരുന്ന സ്തോത്രം തൊഴുത്തിൽ നിന്ന് ആണ് ഒരു മൃഗത്തെ പിടിച്ച് അതിനെ വേട്ടയിറച്ചിയുടെ ആ രീതിയിൽ സ്തോത്രം പാചകം ചെയ്ത് യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇസഹാക്ക് യാക്കോബിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. മകനെ, ഇത്ര വേഗത്തിൽ നിനക്കെങ്ങനെ ഇത് കിട്ടി എന്ന ചോദ്യത്തിന് യാക്കോബ് പറഞ്ഞൊരു മറുപടിയുണ്ട്. നിന്റെ ദൈവമായ യഹോവ എനിക്ക് നേരെ അതിനെ വരുത്തി തന്നു എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, അവിടെയുള്ള തൊഴുത്തിൽ നിന്ന് പിടിച്ച് അറുത്ത് കറിവെച്ച ആ ഇറച്ചിയെ നോക്കിയിട്ട് യാക്കോബ് പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ ദൈവം എൻ്റെ നേരെ വരുത്തി തന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, കള്ളം പറഞ്ഞോ, സ്തോത്രം അനീതി പറഞ്ഞോ, ഇല്ലെങ്കിൽ സ്തോത്രം ചില ക്രിയേറ്റിവിറ്റികൾ സൃഷ്ടിച്ചോ നമ്മൾ ഉണ്ടാക്കുന്നതൊന്നും ശാശ്വതമല്ല. പലപ്പോഴും നമ്മൾ പലതിനു വേണ്ടിയും കള്ളം പറയാറുണ്ട്, അല്ലേ? പല കള്ളങ്ങൾ നമ്മൾ മെനയുന്നവരാണ്. ഇല്ലെങ്കിൽ സ്തോത്രം അങ്ങനെയുള്ള ആൾക്കാർ ഒരുപക്ഷെ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസാന്തരത്തിനും കൂടെ ഇത് ഉതകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. ശ്രദ്ധിക്കണം, യാക്കോബ് പറ്റിച്ചുണ്ടാക്കിയത്, യാക്കോബ് കള്ളം പറഞ്ഞ് നേടിയതൊന്നും യാക്കോബിൻ്റെ ജീവിതത്തിൽ ഗുണകരമായി മാറിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നെ ശ്രദ്ധിക്കുന്നവരോട് ഒന്നുകൂടെ ഞാൻ ആഴത്തിൽ പറയാം. ഒരാളിനെ പറ്റിച്ചോ, ഇല്ലെങ്കിൽ ഒരാളിനെ വേദനിപ്പിച്ചോ, ഒരാളിനെ ക്ലേശത്തിലാക്കിയോ, സ്തോത്രം, ഇല്ലെങ്കിൽ അവർക്ക് വിരോധമായിട്ട് കള്ളം പറഞ്ഞോ, ഇല്ലെങ്കിൽ കള്ളസാക്ഷ്യം പറഞ്ഞോ നമ്മൾ നേടുന്നതൊന്നും ശാശ്വതമല്ല. തൽക്കാലം അത് നമുക്ക് ആശ്വാസം തരുമെങ്കിലും അത് നമ്മുടെ ജീവിതത്തിനകത്ത് ഭാരമായി വരുമെന്നുള്ളതിനകത്ത് സംശയം ലവലേശമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ തിരുവചനത്തെ ആധാരമാക്കി പറയാം. സ്തോത്രം, ഇവിടെ ദൈവം തന്നതെന്നാണ് പറയുന്നത്, അല്ലേ? ദൈവം തന്നാണോ യഥാർത്ഥത്തിൽ യാക്കോബിന് ആ കിട്ടിയ ഇറച്ചി, അമ്മ വെച്ചു കൊടുത്ത ഇറച്ചി ദൈവം തന്നാണോ? ഒരിക്കലും അല്ല. അത് സ്തോത്രം അവിടെ നിന്ന് തന്നെ പിടിക്കുന്നൊരു കാര്യം. പക്ഷേ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം തന്നതാണെന്നാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ലഭ്യമായതും നമുക്കിന്ന് ലഭ്യമായിരിക്കുന്നതും നമുക്ക് കിട്ടിയെന്ന് നമ്മൾ പറയുന്നതുമായ എല്ലാം ദൈവം തന്നതല്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കിയേ. എല്ലാം ദൈവം തന്നതാണോ? പറ്റിച്ച് മേടിച്ചതല്ലേ? സ്തോത്രം, കള്ളം പറഞ്ഞു മേടിച്ചതല്ലേ? ആൾക്കാരെ വേദനിപ്പിച്ച് കൈവശമാക്കിയതല്ലേ? അത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കത്തില്ല. എവിടെ വെച്ച യാക്കോബ് പിടിക്കപ്പെട്ടത്? യാബോക്കിൻ്റെ കടവിൽ വെച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി കരഞ്ഞ യാക്കോബിനോട് ദൈവം ചോദിച്ചു, നിൻ്റെ പേരെന്തുവാ? ഞാൻ നിന്നെ അനുഗ്രഹിക്കാം, നിൻ്റെ പേരെന്തുവാ? അപ്പോൾ പറഞ്ഞു യാക്കോബ്. ഇനി നിൻ്റെ പേര് യാക്കോബ് എന്നല്ല, നിൻ്റെ പേര് ഇസ്രായേൽ എന്നറിയപ്പെടും. എന്തുവാ എൻ്റെ അർത്ഥം? എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അപ്പൻ്റെ അനുഗ്രഹം ഏശാവിനുള്ളതാണേ, അല്ല ജ്യേഷ്ഠാവകാശം ഏശാവിനുള്ളതാണേ. അതാണിപ്പോൾ ഇവൻ്റെ പേരിരിക്കുന്നത്. ലാബാൻ്റെ വീട്ടിൽ കിടന്ന് പ്രാപിച്ച് 20 വർഷം കൊണ്ട് അധ്വാനിച്ച് പ്രാപിച്ച നന്മയെ നോക്കി ലാബാൻ്റെ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അനുഭവിക്കേണ്ടതാ യാക്കോബ് തട്ടിപ്പറിച്ചെടുത്തത്. സ്തോത്രം, എന്തുവാൻ്റെ അർത്ഥം? യാക്കോബ് എന്തെങ്കിലും കൈവശമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് യാക്കോബിൻ്റേതല്ല, ഏശാവിൻ്റേതാണ്. സ്തോത്രം, ലാബാൻ്റെ മക്കളുടേതാണ്. പക്ഷേ യാബോക്കിൻ്റെ കടവിൽ വന്ന് യാക്കോബ് ദൈവത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്, ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ദൈവത്താലുള്ള അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ശാപം നമ്മളിൽ നിന്ന് മാറുവാൻ തക്കവണ്ണം ഇടയാകണം. അതുകൊണ്ട് എല്ലാം ദൈവം തന്നതല്ല,
എല്ലാം ദൈവം തന്നുവെന്ന് പറയരുത്. സ്തോത്രം. അല്ല, റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയ പ്രൈസലോ സ്തോത്രം 100 രൂപ നോട്ടില്ലെങ്കിൽ 50 രൂപ നോട്ടെടുത്തിട്ട് പറയും ദൈവം എനിക്ക് തന്നതാണെന്ന്. ശ്രദ്ധിക്കണമേ, ആർക്കോ നഷ്ടപ്പെട്ടതാ ദൈവം അത് നമ്മുടെ കയ്യിൽ കിട്ടിയത്. ആ നഷ്ടപ്പെട്ടവൻ എത്രത്തോളം ദുഃഖിക്കുന്നുണ്ടായിരിക്കും. നീ പറയും എനിക്ക് ദൈവം തന്നതാണ്. അതൊന്നും ദൈവം തന്നതല്ല കേട്ടോ. സ്തോത്രം. ദൈവം തരുന്നത് നന്മകൾ ഒരിക്കലും മറ്റൊരാളിന് വേദനയായിട്ട് മാറുകയില്ല, മറ്റൊരാളിനത് ഭാരമായി മാറുകയില്ല. നമുക്കത് അനുഗ്രഹമാകുകയും ചെയ്യും. മനസ്സിലാകുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ ഹിതം ഇന്ന് ഈ സന്ദേശത്തിലൂടെ നിറവേറപ്പെടുവാൻ ദൈവമിടയാകണമേ. അനീതിയിലൂടെ സമ്പാദിപ്പിക്കപ്പെട്ട നന്മകളെ ഈ ദിവസങ്ങളിൽ എടുത്തു മാറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവീക നന്മകൾ കരസ്ഥമാക്കുവാൻ സ്വർഗമിട വരുത്തിയാണ്. അവിടെ നിന്ന് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.